നമ്മൾ ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ഗോകുലിന്റെ മരണം കൊലപാതകമെന്ന് വീട്ടുകാർ. ഗോകുൽ പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരിച്ചെന്ന് വിശ്വസിക്കുന്നില്ല. പോലീസ് നേരത്തെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഗോകുലിനെ കിട്ടിയാൽ വിടില്ലെന്ന് കൽപ്പറ്റ CI പറഞ്ഞതായും കുടുംബം ആരോപിക്കുന്നു. ഗോകുലിനെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ പല ഇതിലും ഞങ്ങൾ ഇതാക്കുന്നു. ഒരു 4-5 പേരുണ്ടായിരുന്നു. SI ഒരു CA ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. കൽപ്പറ്റയുള്ള പോലീസ് തന്നെ. ഇതിപ്പോൾ പോലീസുകാരെ വന്ന വീഴ്ച തന്നെയാണ്. ഗോകുലിൻ്റെ സ്വയം ആത്മഹത്യ അല്ല അത് പോലീസുകാരെ കയ്യിൽ നിന്ന് വന്ന വീഴ്ചയാണ്. ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ. ദീപക്, ഈ ബന്ധുക്കളുടെ ആരോപണം അതേറെ ഗൗരവതരമാണ്. പ്രത്യേകിച്ച് പോലീസിന് ഈ സംഭവത്തിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതിന് സംശയമില്ലാതാവുകയാണ്. കാരണം ഈ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ തന്നെ ഗോകുൽ പ്രായപൂർത്തിയായിട്ടുള്ള ആളല്ല. ഇതിപ്പോൾ വലിയ ഗൗരവതരമായ ഇത് ഒരു കൊലപാതകമാണെന്ന ആരോപണം കുടുംബം ഉന്നയിക്കുകയാണ്, അല്ലേ? തീർച്ചയായും റോഷ്നി, ഇന്നലെ വൈകിട്ടാണ് ഇന്നലെ രാവിലെ 7:45 ശുചിമുറിയിൽ കയറിയ ഗോകുലിനെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഷർട്ടിൽ തൂങ്ങിയ നിലയിലാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഗോകുലിൻ്റെ നെല്ലാറച്ചാലിന് അടുത്തുള്ള വീട്ടിലേക്ക് ഗോകുലിൻ്റെ മൃതദേഹം കൊണ്ടുവന്നു. അല്പസമയത്തിനുള്ളിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇവിടെ ഗോകുലിൻ്റെ ബന്ധുക്കളും നാട്ടുകാരുമുണ്ട്. ഗോകുലിൻ്റെ ബന്ധുക്കൾ പറയുന്നത് ആത്മഹത്യയാണെന്ന് വിശ്വസിക്കുന്നില്ല, പകരം കൊലപാതകമാണ്, പോലീസ് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ പോലീസ് വന്നിരുന്നോ? വന്നിട്ട് ഈ മക്കൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങളറിയില്ല. ഞങ്ങൾ ആ മക്കൾ ഒളിച്ചോടിയ കാര്യം വരെ ഞങ്ങൾ അറിഞ്ഞില്ല. പോലീസുകാർ പറഞ്ഞിട്ടും ഞങ്ങൾ അറിഞ്ഞു. പോലീസ് പറഞ്ഞാൽ ഞങ്ങളെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ആ ചെക്കനെ ഞങ്ങൾ പുറലോകം കാണിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാണിച്ച് തന്നിട്ടുണ്ട് അവര്. കാട്ടാണ്ടാക്കില്ലേ? ഈ ചെക്കൻ മരിച്ചത് വരെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല പോലീസുകാർ. ആധാർ ഫോട്ടോ റേഷൻ കാർഡ് എടുത്തിട്ട് കൽപ്പറ്റ സ്റ്റേഷനിലേക്ക് ചെല്ലാനാ പറഞ്ഞത്. എന്നിട്ട് മരിച്ച വിവരം ഞങ്ങൾ ആരെയും അറിയിച്ചിട്ടില്ല. അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. ഗോകുൽ ആത്മഹത്യ ചെയ്തല്ലെന്നാണോ പറയുന്നത്? ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അത്. അവൻ അങ്ങനെ ഒന്നും ചെയ്യൂല. അവര് നല്ലൊരു ചെക്കനാണ് അവര്. സത്യം അറിയണ്ടേ? സത്യം അറിയണം. പറയൂ. ഞങ്ങൾക്ക് ഈ സത്യം അറിഞ്ഞാലും ഞങ്ങൾ ഇവിടുന്ന് ശവം എടുക്കാൻ സമ്മതിക്കുന്നു. അല്ലെങ്കിൽ അമൃത ഇവിടെ വരണം. റോഷ്നി, ഇവർ പറയുന്നത് പോലെ ഇപ്പോൾ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. പക്ഷേ ബന്ധുക്കൾ അതിന് അനുവദിക്കില്ലെന്നാണ് പറയുന്നത്. പോലീസ് നേരത്തെ ഈ ഉന്നതിയിലെത്തി ബന്ധുക്കളെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. ഗോകുലിനെ കയ്യിൽ കിട്ടിയാൽ ശരിയാക്കും എന്നാണ് CAയും SIയും അടക്കമുള്ള പോലീസ് സംഘം ഇവിടെ എത്തി പറഞ്ഞതെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ജനപ്രതിനിധികൾ ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത റോഷ്നി.